നമുക്ക് ഫേസ് വാഷ് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടാണല്ലേ? കൺഫ്യൂസ്ഡ് ആവും. ആ ഫേസ് വാഷ് വേണോ, ഈ ഫേസ് വാഷ് വേണോ എന്നൊക്കെ ഉള്ളത്. സ്കിൻ ടൈപ്പിനനുസരിച്ച് നമ്മുടെ ഫേസ് വാഷിന്റെ കൺസിസ്റ്റൻസി വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഡ്രൈ സ്കിൻ ആണെങ്കിൽ എപ്പോഴും ക്രീം ടൈപ്പ് കൺസിസ്റ്റൻസിയിലുള്ള ഫേസ് വാഷ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പേര് നോക്കുക, ക്ലെൻസേഴ്സ് ആണോ എന്ന് നോക്കുക. അതിൽ ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഏറ്റവും നന്നായിട്ടുള്ളത് നല്ലത്. ഫോമിങ്, അതായത് പതയുന്ന ടൈപ്പ് ആണെങ്കിൽ ഡ്രൈ സ്കിൻകാർ നോർമൽ സ്കിൻകാരും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർ, ആക്നെ പ്രോൺ സ്കിൻകാരാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ജെൽ ടൈപ്പ് ഫേസ് വാഷാണ് നിങ്ങൾക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നോർമൽ സ്കിൻകാർക്കും ജെൽ ടൈപ്പ് ഫേസ് വാഷ് കുഴപ്പമില്ല, യൂസ് ചെയ്യാം. പക്ഷേ ഇൻഗ്രീഡിയൻസിലോട്ട് പോകുമ്പോൾ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ്, അതായത് BHA കണ്ടു കഴിഞ്ഞാൽ ഇത് ഓയിലി ആക്നെ പ്രോൺ കോമ്പിനേഷൻ സ്കിൻകാർക്ക് നല്ലതാണ്. AHA ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സ്കിൻകാർക്കും നല്ലതാണ്, സെൻസിറ്റീവ് സ്കിന്ന് ഒഴികെ. സെൻസിറ്റീവ് സ്കിൻകാർ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ, അതല്ലെങ്കിൽ നയാസിനമൈഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ക്ലെൻസേഴ്സ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ എപ്പോഴും ഫ്രാഗ്രൻസ് സെൻസിറ്റീവ് സ്കിൻകാർ അവോയ്ഡ് ചെയ്യുക. മറ്റുള്ള ആൾക്കാർ ഫ്രാഗ്രൻസ് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ ഇഷ്യൂ ഇല്ല, കാരണം അത് ഫേസ് വാഷ് ആകുമ്പോൾ ഒരുപാട് നേരം നമ്മുടെ ഫേസിൽ നിൽക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഡോട്ട് കൺഫോസിലേക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഇപ്പോൾ ആയാലും മറക്കണ്ട. ടാറ്റ.